അടുത്ത നമ്മുടെ നാലാമത്തെ മെത്തേഡിലേക്കാണ് പോകുന്നത്. നാലാമത്തെ മെത്തേഡിന്റെ പേര് നമ്മൾ പറഞ്ഞു കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ? ഓക്കെ, ഇതാണ് ഏറ്റവും ക്വിക്കസ്റ്റ് മെത്തേഡ് അല്ലേ? കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ക്വിക്കസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ ആണ് അല്ല. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ ഈസ് ദി ക്വിക്കസ്റ്റ് മെത്തേഡ് ടു കാൽക്കുലേറ്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. But it gives the direction as well as the magnitude or extent of correlation. ഇത് ഡയറക്ഷനും അതേപോലെ കോറിലേഷൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയും ഇത് രണ്ടും കാണിക്കുന്ന കോറിലേഷൻ ആണ് എന്ത് കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ. എന്നാൽ നമ്മളിവിടെ ഡയറക്ഷൻ മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യാറുള്ളൂ. ഈ കൊടുത്തിരിക്കുന്ന എന്താണ് എക്സ്റ്റെൻറ്റ് ഓഫ് കോറിലേഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യാറില്ല. അപ്പം കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ only consider direction of correlation, not the magnitude അല്ലെങ്കിൽ not the intensity of correlation അല്ലേ? ഇന്റൻസിറ്റി ഓഫ് കോറിലേഷൻ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാറില്ല. അതിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ. ഇതാണ് ഏറ്റവും ക്വിക്കസ്റ്റ് മെത്തേഡ്. ഓക്കെ, ക്വിക്കസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗം ഇതാണ് പ്ലസ് ഓർ മൈനസ് root of 2c minus m divided by m. നമ്മുടെ ഇക്വേഷൻ r is equal to plus or minus root of 2c minus m divided by m. എന്താണ് m എന്ന് വെച്ചാൽ? m എന്ന് വെച്ചാൽ number of pairs of deviation. എന്താണ് c number of positive sign in product of deviation. Number of positive sign of product of deviation അല്ലേ? ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അപ്പം എമ്മും സിയും രണ്ട് വേരിയബിൾസ് മാത്രമേ ഇക്വേഷനിലുള്ളൂ. കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2c മൈനസ് എം ഡിവൈഡഡ് ബൈ എം ആണ്. എം എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ഫേസ് ഓഫ് ഡീവിയേഷൻ ആണ്. സി എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻ ഇൻ ദി പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻ. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷനിലെ എത്ര പോസിറ്റീവ് സൈൻ ഉണ്ട് എന്നുള്ളതാണ് സി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ ഓഫ് ദി ഫോളോയിങ് ഡേറ്റ. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇയർ തന്നിട്ടുണ്ടല്ലേ? ഇയർ 2000, 2001, 2002, 2003, 2004, 2005 അല്ലേ? 6 വർഷങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ വർഷത്തെയും പ്രൈസും അപ്പം കറസ്പോണ്ടിങ് ഡിമാൻഡ് ബൈവേരിയറ്റ് ഡേറ്റയാണ് തന്നിരിക്കുന്നത് അല്ലേ? ഓരോ ഇയറിലെയും ബൈവേരിയറ്റ് ഡേറ്റ എന്തൊക്കെ? പ്രൈസ് ആൻഡ് ഡിമാൻഡ് അല്ലേ? പ്രൈസും ഡിമാൻഡും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബൈവേരിയറ്റ് ഡേറ്റയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ലെറ്റ് പ്രൈസ് ബി എക്സ് ആൻഡ് ഡിമാൻഡ് ബി വൈ അല്ലേ? പ്രൈസ് എന്ന് പറയുന്നത് എക്സ് വേരിയബിളായും ഡിമാൻഡ് എന്ന് പറയുന്നത് വൈ വേരിയബിളായും കൺസിഡർ ചെയ്താൽ എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്, അതേപോലെ എന്ത് തന്നിട്ടുണ്ട്? വൈ വാല്യൂസും തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് എക്സ് വാല്യൂസ് ആദ്യമേ താഴെ എഴുതാം. എക്സ് വാല്യൂസ് എന്തൊക്കെയാണ്? 25, 28, 30, 23, 35, 38. ഓക്കെ, എക്സ് വാല്യൂസ് ഉണ്ട്, ശരിയല്ലേ? അതിനുശേഷം എന്തുണ്ട്? വൈ വാല്യൂസ് ഉണ്ട് അല്ലേ? നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എക്സ് വാല്യൂസ് എഴുതി. ഓക്കെ, നെക്സ്റ്റ് ഈസ് സൈൻ ഓഫ് ഡീവിയേഷൻ ഫ്രം പ്രീവിയസ് ഇയർ. എന്താണ് സൈൻ ഓഫ് ഡീവിയേഷൻ ഫ്രം പ്രീവിയസ് ഇയർ? സൈൻ ഓഫ് ഡീവിയേഷൻ ഫ്രം പ്രീവിയസ് ഇയർ അല്ലേ? അപ്പം ആദ്യത്തെ ഇയറിലെ 2000 എന്ന് പറയുന്ന വർഷത്തിലെ പ്രൈസ് 25 ആണ്. അത് പ്രീവിയസ് ഇയറുമായി റിലേറ്റ് ചെയ്തുള്ള സൈൻ. ഫോർ എക്സാമ്പിൾ പ്രീവിയസ് ഇയറിലല്ലോ, നമ്മൾ 2000 തൊട്ടല്ലേ എടുത്തിരിക്കുന്നത്. അപ്പം ഈ കൊടുത്തിരിക്കുന്ന 25 എന്ന് പറയുന്ന പ്രൈസുമായി ബന്ധപ്പെട്ട സൈൻ ഇടാൻ പറ്റില്ല. ഇവിടെ സൈൻ ഇല്ല. ഓക്കെ, നെഗറ്റീവ് ആണെന്ന് വിചാരിക്കരുത്, ഇവിടെ സൈൻ ഇല്ല. തൊട്ടടുത്ത പ്രൈസുമായി ബന്ധപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ഓഫ് ഡീവിയേഷൻ ഇടാം, ശരിയല്ലേ? 25-നേക്കാൾ കൂടുതലല്ലേ 28, അതുകൊണ്ട് പ്ലസ് ഇടണം. 25-നേക്കാൾ പ്രീവിയസ് ഇയറിനേക്കാൾ കൂടുതലാണ് പ്രസന്റ് ഇയറിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വാല്യൂ എങ്കിൽ അതിന് പ്ലസ് ഇടണം, കുറവാണെങ്കിൽ മൈനസ് ഇടണം. അപ്പോൾ 25-നേക്കാൾ കൂടുതലാണ് 28, അതുകൊണ്ട് പ്ലസ് ഇട്ട്. 28-നേക്കാൾ കൂടുതലാണ് 30, വീണ്ടും പ്ലസ് ഇട്ട്. 30-നേക്കാൾ കുറവാണ് 23, അതുകൊണ്ട് മൈനസ് ഇട്ടു. 23-നേക്കാൾ കൂടുതലാണ് 35, വീണ്ടും പ്ലസ് ഇടണം. 35-നേക്കാൾ കൂടുതലാണ് 38, അതുകൊണ്ട് വീണ്ടും പ്ലസ് ഇടണം. അപ്പം എക്സ് വാല്യൂസിന്റെ സൈൻ ഓഫ് ഡീവിയേഷൻസ് നമ്മൾ ഇട്ടു ഓൺ ദി ബേസിസ് ഓഫ് ദി പ്രീവിയസ് ഇയറുമായി ബന്ധപ്പെടുത്തി സൈൻ ഓഫ് ഡീവിയേഷൻ ഇട്ടു. നെക്സ്റ്റ് വൈ വാല്യൂസ് എഴുതണം. വൈ വേരിയബിൾസ് എഴുതണം. ഏതൊക്കെയാ? 35, 34, വീണ്ടും 35, വീണ്ടും 30, 29, 28. അതിൻ്റെ എന്തിടണം?
സൈൻ ഓഫ് എ സൈൻ ഓഫ് ഡീവിയേഷൻ ഫ്രം പ്രീവിയസ് ഇയർ. നമുക്കറിയാം ഡിമാൻഡ് ആണ് വൈ വേരിയബിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. 35-ന് പ്രീവിയസ് ഇയർ ഡിമാൻഡ് തന്നിട്ടില്ല, അതുകൊണ്ട് ഇതിന് എന്തില്ല, സൈൻ ഓഫ് ഡീവിയേഷൻ ഇല്ല. തൊട്ടടുത്ത ഡിമാൻഡ് എത്രയാണ്? 34. നേരത്തെ 35 ആയിരുന്നു, ഇപ്പം 34 സോ കുറഞ്ഞു, അതുകൊണ്ട് മൈനസ് ഇടണം. 34 35 കൂടി, അതുകൊണ്ട് പ്ലസ് ഇടണം. 35 30 കുറഞ്ഞ് വീണ്ടും മൈനസ് ഇടണം. 30 29 കുറഞ്ഞ് വീണ്ടും മൈനസ് ഇടണം. 29 28 കുറഞ്ഞു, മൈനസ് ഇടണം. കണ്ടോ, പ്രീവിയസ് ഇയറുമായി ബന്ധപ്പെടുത്തി ഡിമാൻഡ് കൂടിയാൽ ആ വാല്യൂ കൂടിയാൽ പ്ലസ് ഇടണം, കുറഞ്ഞാൽ മൈനസ് ഇടണം. അടുത്ത എന്ത് വേണം? പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻ ഓഫ് സൈൻ. പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻ ഓഫ് സൈൻ, ഈ സൈനുകൾ തമ്മിലുള്ള പ്രോഡക്റ്റ്. നമുക്കറിയാം ആദ്യമേ സൈനുകൾ ഇടാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അടുത്തത് പ്ലസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ഇടും? പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്. പ്ലസ് ഇൻറ്റു പ്ലസ് എത്ര ഇടുന്ന? പ്ലസ്. ഓക്കെ, അടുത്തത് മൈനസ് ഇൻറ്റു മൈനസ് എത്ര ഇടുന്ന? പ്ലസ്. അടുത്തത് പ്ലസ് ഇൻറ്റു മൈനസ് എത്ര ഇടുന്ന? മൈനസ്. അടുത്ത പ്ലസ് ഇൻറ്റു മൈനസ് എത്ര ഇടുന്ന? മൈനസ്. ഓക്കെ, അപ്പോൾ എത്ര പ്ലസ് കിട്ടി? 2 പ്ലസ് കിട്ടി. എത്ര മൈനസ് കിട്ടി? 3 മൈനസ് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണെന്ത്? പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് സൈൻ അല്ലേ? ആ സൈനിൻ്റെ പ്രോഡക്റ്റ് അല്ലേ? പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻ്റെ പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻ ഓഫ് സൈൻ അല്ലേ? ആ സൈനിൻ്റെ ഡീവിയേഷൻ്റെ പ്രോഡക്റ്റ്, സൈനിൻ്റെ ഡീവിയേഷൻ്റെ പ്രോഡക്റ്റ് നമുക്ക് എത്ര കിട്ടി? മൈനസ് പ്ലസ് പ്ലസ് മൈനസ് മൈനസ്. 3 മൈനസും 2 പ്ലസും കിട്ടി. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2c മൈനസ് m ഡിവൈഡഡ് ബൈ m. 2c മൈനസ് m ഡിവൈഡഡ് ബൈ m. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2c മൈനസ് m ഡിവൈഡഡ് ബൈ m. ഓക്കെ അല്ലേ? നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്താണ്? 2c. c എന്താണ്? നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻ. നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻ ദി പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻ ഓഫ് സൈൻ അല്ലേ? പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻ ഓഫ് സൈനിലെ പോസിറ്റീവ് സൈൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പോൾ 2 ഇൻറ്റു സിക്ക് വരും 2 മൈനസ് എന്താണ് m എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ഡീവിയേഷൻ. നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഓഫ് സൈൻ അല്ലേ? എത്ര പേയേഴ്സ് ഉണ്ട്? ദാണ്ട് 1 പേര്, 2 പേര്, 3 പേര്, 4 പേര്, 5 പേര്. അപ്പോൾ എത്ര പേരേ ഉള്ളൂ? 5 പേരുള്ളൂ. അപ്പോൾ m എത്രയാണ്? 5 ആണ്. 6 അല്ല, എത്രയാണ്? നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഓഫ് സൈൻ ആണ്. നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഓഫ് സൈൻ അത് 5 എണ്ണേ ഉള്ളൂ അല്ലേ? എപ്പോഴും ഒന്ന് കുറവായിരിക്കും, കാരണം ആദ്യം തന്നിരിക്കുന്ന വാല്യൂവിന് പ്രീവിയസ് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് അതിന് സൈൻ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ തന്നിരിക്കുന്ന എണ്ണത്തെക്കാളും ഒന്ന് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? 5 ആണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 എണ്ണം ഉണ്ട്. അതിൽ നിന്ന് 1 കുറയ്ക്കണം, അപ്പോൾ 5 ആയിരിക്കും ബൈ 5. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 4, 4 മൈനസ് 5 ബൈ 5. 4 മൈനസ് 5 എത്ര? മൈനസ് 1. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 1 ബൈ 5. ശരിയല്ലേ? അതൊക്കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 1/5. റൂട്ടിനകത്തിൽ മൈനസ് 1/5 ആണ് വന്നിരിക്കുന്നത്. റൂട്ടിനകത്തിൽ മൈനസ് ഫിഗറിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് റൂട്ടിനകത്തിൽ മൈനസ് ആണ് വരുന്നതെങ്കിൽ വെളിയിൽ കിടക്കുന്ന മൈനസ് എടുക്കണം. മൈനസ് റൂട്ട് ഓഫ് 1/5 എന്തായിരിക്കും ആൻസർ? മൈനസ് റൂട്ട് ഓഫ് 1/5. ആൻസർ എന്തായിരിക്കും? മൈനസ് റൂട്ട് ഓഫ് 1/5. അപ്പോൾ ആൻസർ ഈസ് മൈനസ് റൂട്ട് ഓഫ് 1/5 ആണ്. ഓക്കെ, അപ്പോൾ അതാ നോക്കി, കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ നമുക്ക് എത്ര കിട്ടിയത്? മൈനസ് ഫിഗർ ആണ് കിട്ടിയത്. മൈനസ് ഫിഗർ അല്ലേ? അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇറ്റ് ഈസ് നെഗറ്റീവ്ലി കോറിലേറ്റഡ്. എന്താണ്? നെഗറ്റീവ്ലി കോറിലേറ്റഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആൻസർ ഈസ് മൈനസ് റൂട്ട് ഓഫ് 1/5. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ ഓഫ് ദി ഫോളോയിങ് ഡേറ്റ. കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. പ്രൈസും ഡിമാൻഡും ആണ് തന്നിരിക്കുന്നത്. പ്രൈസിനെ എക്സ് വേരിയബിൾ ആയിട്ടും ഡിമാൻഡിനെ വൈ വേരിയബിൾ ആയും കൺസിഡർ ചെയ്താൽ എക്സ് വേരിയബിൾസും വൈ വേരിയബിൾസും തന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ട? കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ. ആദ്യം എന്താ ചെയ്യേണ്ടത്? എക്സ് വാല്യൂസ് അങ്ങോട്ട് എഴുതണം അല്ലേ? എക്സ് വാല്യൂസ് ഏതൊക്കെയാണ്? 10 15 പ്രൈസ് ആണ് അല്ലേ? 10 15 14 20 and 25. എന്താ വേണ്ടത്? സൈൻ ഓഫ് അല്ലേ? സൈൻ ഓഫ് ഡീവിയേഷൻ എഴുതണം. സൈൻ ഓഫ് ഡീവിയേഷൻ ഫ്രം ദി പ്രീവിയസ് ഇയർ അല്ലേ? തൊട്ട് മുകളിലുള്ള വർഷവുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ സൈൻ ഓഫ് ഡീവിയേഷൻ എഴുതണം അല്ലേ? ഇതാ നോക്കിയാൽ ആദ്യത്തെ ഇയർ 10. ആദ്യത്തെ ഇയറിൽ 10 ആണ് പ്രൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രീവിയസ് ഇയർ തന്നിട്ടില്ലാത്തതുകൊണ്ട് ആദ്യത്തെ ഇയറിൽ ഡീവിയേഷൻ ഇല്ല. ഡീവിയേഷൻ ഓഫ് സൈൻ ഇല്ല അല്ലേ? ഡീവിയേഷൻ ഓഫ് സൈൻ ഇല്ല. 15 അടുത്ത രണ്ടാമത്തെ തന്നിരിക്കുന്ന വാല്യൂ എത്രയാണ്? 15. പ്രീവിയസ് ഇയറിലെ വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുകയാണ് ചെയ്തത്, അതുകൊണ്ട് സൈൻ ഓഫ് ഡീവിയേഷൻ പ്ലസ് ആണ്. വീണ്ടും 14 ഇപ്പം കുറയുകയാണ് ചെയ്തത്, സൈൻ ഓഫ് ഡീവിയേഷൻ മൈനസ് ആണ്. വീണ്ടും 20 കൂടുകയാണ് ചെയ്തത്, പ്ലസ് ആയി. വീണ്ടും 25 കൂടുന്നു, അതുകൊണ്ട് പ്ലസ്. അടുത്ത വൈ വാല്യൂസ് എഴുതണം. വൈ വേരിയബിൾസ് എഴുതണം. എത്രയൊക്കെ വൈ വേരിയബിൾസ്? 100 150 വീണ്ടും 150 ശരിയല്ലേ? 175
140. ഓക്കെ, ഡീവിയേഷൻ, സൈൻ ഓഫ് ഡീവിയേഷൻ ഫ്രം ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ സൈൻ ഓഫ് ഡീവിയേഷൻ എഴുതിയേ. ആദ്യത്തെ വാല്യൂവിന് സൈൻ ഓഫ് ഡീവിയേഷൻ ഇല്ല. പിന്നെ 100-ൽ നിന്ന് 150-ലേക്ക് മാറി കൂടി പ്ലസ് എഴുതി. വീണ്ടും 150 തന്നെയായിട്ട് നിലനിൽക്കുന്നു, സൈൻ ഓഫ് ഡീവിയേഷൻ ഇല്ല അല്ലേ? അല്ല, 150 തന്നെയാണ്, ആ വാല്യൂ തന്നെയാണ്. വീണ്ടും 150-ൽ നിന്ന് 175 പ്ലസ് ആയി, 175-ൽ നിന്നും 140 മൈനസ് ആയി. തൊട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് ഓഫ് സൈൻ ഓഫ് ഡീവിയേഷൻ, പ്രോഡക്റ്റ് ഓഫ് സൈൻ ഓഫ് ഡീവിയേഷൻ. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് സൈൻ ഓഫ് ഡീവിയേഷൻ അതൊക്കെ പ്ലസ് ഇൻറ്റു പ്ലസ് എന്തായിരിക്കും? പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്, മൈനസ് ഇൻറ്റു 0 അല്ല എന്തായിരിക്കും? മൈനസ് ഇൻറ്റു, ഇവിടെ സൈൻ ഇല്ല ശരിയല്ലേ? അപ്പോൾ ഇവിടെ സൈൻ ഇല്ല. ഓക്കെ, പ്ലസ് ഇൻറ്റു പ്ലസ് എന്തായിരിക്കും? പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് എന്തായിരിക്കും? മൈനസ്. ഓക്കെ, താണ്ട മൈനസ് ഇൻറ്റു 0 എന്ന് വേണമെങ്കിൽ എഴുതാം, സൈൻ ഇല്ല. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്താ നോക്കിയേ? പ്രോഡക്റ്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു, പറഞ്ഞേ, ഇസ് ഈക്വൽ ടു എന്താ എളുപ്പമാർഗ്ഗം? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2c മൈനസ് m ഡിവൈഡഡ് ബൈ m. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2 ഇൻറ്റു സി എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് പ്ലസ് സൈൻ ഇൻ ദി പ്രോഡക്റ്റ് ഓഫ് സൈൻ ഓഫ് ഡീവിയേഷൻ. പ്രോഡക്റ്റ് ഓഫ് സൈൻ ഓഫ് ഡീവിയേഷനിലെ പ്ലസ് സൈൻ എത്രയാ? 2. അപ്പം 2 ഇൻറ്റു 2 മൈനസ് എം എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ഡീവിയേഷൻസ്. നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ഡീവിയേഷൻ എത്ര? 1, 2, 3, 4. നമ്പർ ഓഫ് പേയേഴ്സ് ഓഫ് ഡീവിയേഷൻ 4 ആണ്. ബൈ എം എത്രയാണ്? 4 തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് 4 ബൈ 4 ശരിയല്ലേ? ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 0 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് 0. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇവിടുത്തെ കോയിഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ? എത്രയാണ് കിട്ടിയത്? 0 ആണ് കിട്ടിയത് അല്ലേ? ദർ ഈസ് നോ കോറിലേഷൻ, 0 ആണ്. ഇവിടെ കോറിലേഷൻ ഇല്ല, റിലേഷൻ ഇല്ല അല്ലേ? ഈ പ്രൈസ് ഡിമാൻഡ് ഇൻഡെക്സ് തമ്മിൽ എന്തില്ല? അല്ലെങ്കിൽ പ്രൈസ് ഡിമാൻഡ് വേരിയബിൾസ് തമ്മിൽ എന്തില്ല? ദർ ഈസ് നോ കോറിലേഷൻ അല്ലേ? കോറിലേഷൻ ഇല്ല. ഓക്കെ ആണോ? അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ ഫൈൻഡിങ് ദി കോറിലേഷൻ ബിറ്റ്വീൻ 2 ആട്രിബ്യൂട്ട്സ് വി കൺസിഡർ പിയേഴ്സൺസ് കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്ന് എഴുതിയിരിക്കുന്നത്. പിയേഴ്സൺസ് കോറിലേഷൻ കോയിഫിഷ്യൻസ് അല്ലെങ്കിൽ സ്കാറ്റർ ഡയഗ്രാം. ഓപ്ഷൻ ബി സ്കാറ്റർ ഡയഗ്രാം. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ്. ഓപ്ഷൻ ഡി കോയിഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ. ഏതായിരിക്കും ആൻസർ? ഫോർ ഫൈൻഡിങ് ദി കോറിലേഷൻ ബിറ്റ്വീൻ 2 ആട്രിബ്യൂട്ട്സുമായി ബന്ധപ്പെട്ട കോറിലേഷൻ കോയിഫിഷ്യന്റ്. കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണെന്ന് നമ്മൾ പറഞ്ഞേ? സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ്. അപ്പോൾ ആൻസർ എന്താണ്? സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് അല്ലേ? ആട്രിബ്യൂട്ട്സിനെ നമ്മൾ റാങ്ക് ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യും? കോറിലേഷൻ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ് ആൻസർ? സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് ഈസ് ആൻസർ. ഓക്കെ, ക്ലിയർ? അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. What is the quickest method of find correlation between 2 variables? What is the quickest method to find the correlation between 2 variables? Option ഉണ്ട്: scatter diagram, Pearson's correlation coefficient, Spearman's rank correlation coefficient, coefficient of concurrent deviation. ഏതായിരിക്കും ആൻസർ? നമ്മൾ coefficient of concurrent deviation പറ്റി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു the quickest method of finding correlation between 2 variables is coefficient of concurrent deviation. അപ്പോൾ ആൻസർ എന്താണ്? coefficient of concurrent deviation. ഓക്കെ, ആൻസർ ഈസ് coefficient of concurrent deviation. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി ലിമിറ്റ്സ് ഓഫ് coefficient of concurrent deviations? What is the limits of coefficient of concurrent deviation? There is no limit. Option B, between -1 and 0 both are inclusive. Between 0 and 1 both are inclusive. Between -1 and 1 both are inclusive. ഏതായിരിക്കും ആൻസർ? Between -1 and 1 both are inclusive അല്ലേ? The limits of coefficient of concurrent deviation. Coefficient of concurrent deviation -1 മുതൽ 1 വരെയുള്ള ഏതെങ്കിലും ഡിജിറ്റുകളായിരിക്കാം. -1 മുതൽ 1 വരെയുള്ള ഏതെങ്കിലും ഡിജിറ്റുകളായിരിക്കാം. ആൻസർ ഈസ് ബിറ്റ്വീൻ -1 and 1 ബോത്ത് ആർ ഇൻക്ലൂസീവ്. അതാണ് ആൻസർ. ഓക്കെ, നമുക്ക് ഇനി സംസാരിക്കാനുള്ളത് റിഗ്രഷൻ അനാലിസിസിനെ പറ്റിയാണ്, അല്ലെങ്കിൽ റിഗ്രഷനെ പറ്റിയാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ചത് കോറിലേഷനെ പറ്റിയാണ്. എന്താണ് കോറിലേഷൻ? ബൈവേരിയേറ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഡേറ്റയെ സൈമൾട്ടേനിയസ് ആയിട്ട് കളക്ട് ചെയ്യുമ്പം, 2 വേരിയബിൾസിനെ സൈമൾട്ടേനിയസ് ആയിട്ട് കളക്ട് ചെയ്യുമ്പം ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റൊരു വേരിയബിളിനെ എത്തരത്തിൽ അഫക്റ്റ് ചെയ്യുന്നു, എത്രത്തോളം അത് കണക്റ്റഡ് ആണ്, എത്രത്തോളം അസോസിയേറ്റഡ് ആണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ട്, ഏത് തരത്തിലുള്ള റിലേഷൻ ആണുള്ളത്, ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ് കോറിലേഷൻ. എന്നാൽ റിഗ്രഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് വ്യക്തമാക്കാം. ഒരു എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ, പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് ഡിമാൻഡ്.
ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസും അതിൻ്റെ ഡിമാൻഡും തന്നിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് 10 rupees, then its demand is 100. Price increases, price became 12 rupees, then its demand will decrease to 80. Price then decrease to 8 rupees, demand will increase to 110. അതൊക്കെ പ്രൈസും ഡിമാൻഡും. പ്രൈസ് 10 രൂപയായിരുന്നപ്പോൾ ഡിമാൻഡ് 100 ആയി, 100 യൂണിറ്റ് ആണ് സെയിൽ ചെയ്തത്. പ്രൈസ് കൂടി 12 ആയപ്പം സെയിൽ ചെയ്ത പ്രോഡക്റ്റിൻ്റെ എണ്ണം കുറഞ്ഞു 80 rupees ആയി. അതേപോലെ പ്രൈസ് 8 രൂപയായപ്പം ഡിമാൻഡ് കൂടി വീണ്ടും 110 പ്രോഡക്റ്റ് സെയിൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ റിഗ്രഷൻ അനാലിസിസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്, 150 പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ പ്രൈസ് എത്രയാക്കണം, 150 പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ പ്രൈസ് എത്രയാക്കണം എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് റിഗ്രഷൻ അനാലിസിസ്. അല്ലെങ്കിൽ മറ്റൊരു രീതി പറയാം, പ്രൈസ് 7 രൂപയായാൽ ഡിമാൻഡ് എത്രയായിരിക്കും, പ്രൈസ് 7 രൂപയായാൽ ഡിമാൻഡ് എത്രയായിരിക്കും, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് റിഗ്രഷൻ. കാര്യം മനസ്സിലായോ? വ്യക്തമായി പറഞ്ഞാൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂ മറ്റൊരു വേരിയബിളിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കണം. ഒരു വേരിയബിളിൻ്റെ വാല്യൂ മറ്റൊരു വേരിയബിളിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കണം അല്ലേ? പ്രൈസ് എത്രയാക്കിയാൽ ഡിമാൻഡ് 150 ആകും അല്ലേ? പ്രൈസ് എത്രയാക്കിയാൽ ഇപ്പം ഡിമാൻഡിനെ ബേസ് ചെയ്ത് പ്രൈസ് കണ്ടുപിടിക്കണം, ഡിമാൻഡിനെ ബേസ് ചെയ്ത് പ്രൈസ് കണ്ടുപിടിക്കണം, ശരിയല്ലേ? വ്യക്തമായി പറഞ്ഞാൽ പ്രൈസ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഡിമാൻഡ്, പ്രൈസ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഡിമാൻഡ് അല്ലേ? പ്രൈസ് ഈസ് ഡിപ്പെൻഡ് ഓൺ, ഫോർ എക്സാമ്പിൾ, പ്രൈസിനെ എക്സ് വേരിയബിൾ കൊണ്ടും ഡിമാൻഡിനെ വൈ വേരിയബിൾ കൊണ്ടും ഡിനോട്ട് ചെയ്താൽ നമ്മൾ വ്യക്തമായിട്ട് ഇങ്ങനെ പറയാം, വൈ ഈസ് ഡിപ്പെൻഡ് ഓൺ എക്സ്, വൈ ഈസ് ഡിപ്പെൻഡ് ഓൺ എക്സ്, വൈ ഡിപ്പെൻഡ് ഓൺ എക്സ്. എളുപ്പത്തിന് വൈ ഓൺ എക്സ് എന്ന് പറയാം, വൈ ഓൺ എക്സ്, വൈ ഡിപ്പെൻഡ് ഓൺ എക്സ്. കുഴപ്പമില്ലല്ലോ. രണ്ടാമത് പറഞ്ഞ എക്സാമ്പിളിലോ ദാണ്ട എക്സ് ഡിപ്പെൻഡ് ഓൺ, സോറി തെറ്റി, വൈ ഡിപ്പെൻഡ് ഓൺ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് അത് മാറ്റി ഇനി പറയുന്ന കാര്യം എഡിറ്റ് ചെയ്യണം. ഓക്കെ, വൈ ഓൺ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് അത് മാറ്റി എക്സ് ഓൺ വൈ എന്നാണ് വരേണ്ടത്, അത് എഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാ നോക്കേ, ഡിമാൻഡ് ഈസ് പ്രൈസ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഡിമാൻഡ്, പ്രൈസ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഡിമാൻഡ് ഇല്ലേ? പ്രൈസ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഡിമാൻഡ്, പ്രൈസ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഡിമാൻഡ്. ദാറ്റ് ഈസ് എക്സ് ഈസ് ഡിപ്പെൻഡ് ഓൺ വൈ, എക്സ് ഈസ് ഡിപ്പെൻഡ് ഓൺ വൈ. നമുക്ക് എന്താ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? എക്സ് ഈസ് ഡിപ്പെൻഡ് ഓൺ വൈ അല്ലേ? ഡിമാൻഡ് 150 ആകാൻ പ്രൈസിൽ വരേണ്ട മാറ്റം, പ്രൈസ് എത്രയാകണം? പ്രൈസ് എക്സ് ആണ്, ഡിമാൻഡ് വൈ ആണ്. എക്സ് ഈസ് ഡിപ്പെൻഡ് ഓൺ വൈ ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എക്സ് ഈസ് ഡിപ്പെൻഡ് ഓൺ വൈ ഈസ് ഈക്വൽ ടു ബി എക്സ് വൈ. എക്സ് ഈസ് ഡിപ്പെൻഡ് ഓൺ വൈ എങ്ങനെ എഴുതുന്നത്? ബി എക്സ് വൈ എന്ന് എഴുതാം, ബിയുടെ സഫിക്സ് ആയിട്ട് എക്സ് വൈ എന്ന് എഴുതാം അല്ലേ? എക്സ് വൈ എന്ന് എഴുതുമ്പം രണ്ടാമത് എഴുതിയിരിക്കുന്ന വൈ അല്ലേ, അതുകൊണ്ട് ഈ ബി എക്സ് വൈയോടൊപ്പം വൈ മൈനസ് വൈ ബാർ എന്ന് എഴുതണം. ആദ്യം എഴുതിയിരിക്കുന്ന എക്സ് അല്ലേ, അതുകൊണ്ട് ബി എക്സ് വൈയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് എഴുതണം. ദാണ്ട് ഇവിടെ ഈക്വൽ ടു സൈൻ ഇട്ടാൽ മതി. അപ്പം എക്സ് ഓൺ വൈ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ഇക്വേഷനായി. എക്സ് ഓൺ വൈ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ എക്സ് മൈനസ് എക്സ് മീൻ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ മീൻ. നമുക്കറിയാം എക്സ് മീൻ എന്നറിയാം, എക്സ് ബാർ എന്ന് വെച്ചാൽ അറിയാം മീനാണ്, അരിത്തമെറ്റിക് മീനാണ്, എക്സ് വേരിയബിളിന്റെ മീനാണ്. വൈ ബാർ എന്ന് വെച്ചാൽ അറിയാം എന്താണ് എക്സ് മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സ് മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ, വൈ മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ. അങ്ങനെയാണെങ്കിൽ ബി എക്സ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി എക്സ് വൈ എങ്ങനെയാ ബി എക്സ് വൈ കണ്ടുപിടിക്കുന്നത്? ബി എക്സ് വൈ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. കണ്ടോ, ബി എക്സ് വൈ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്തുവാ? ആർ എന്ന് വെച്ചാൽ എന്താ? കോറിലേഷൻ കോയിഫിഷ്യന്റ്. ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, ബി എക്സ് വൈ ഈസ് ഈക്വൽ ടു കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. കട്ട് ചെയ്തേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ സ്ക്വയർ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഓക്കെ
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ സ്ക്വയർ ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ അല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ സ്ക്വയർ. അപ്പം ബി എക്സ് വൈ കണ്ടുപിടിക്കാൻ, ബി എക്സ് ഓൺ വൈ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്താ? ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അതല്ല കോവേരിയൻസ് ആണ് തരുന്നതെങ്കിൽ കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ദ സ്ക്വയർ. രണ്ടാമത് ഇരിക്കുന്ന വൈ അല്ലേ, എക്സ് ഓൺ വൈ അല്ലേ, അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ദ ഹോൾ സ്ക്വയർ. കണ്ടോ? അപ്പോൾ എല്ലാ വാല്യൂ ആയാലോ. പ്രൈസ് ഓൺ ഡിമാൻഡ് എക്സ് ഓൺ വൈ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗം. രണ്ടാമത് പറഞ്ഞ എക്സാമ്പിളിലേക്ക് പോകാം. എന്താ നമ്മൾ പറഞ്ഞേ? പ്രൈസ് 7 രൂപയാണെങ്കിൽ ഡിമാൻഡ്. പ്രൈസ് 7 രൂപയാണെങ്കിൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തോ അതിനർത്ഥം? ഡിമാൻഡ് ഈസ് ഡിപ്പെൻഡ് ഓൺ പ്രൈസ്. ഡിമാൻഡ് ഈസ് ഡിപ്പെൻഡ് ഓൺ പ്രൈസ്. വ്യക്തമായി പറഞ്ഞാൽ വൈ ഡിപ്പെൻഡ് ഓൺ എക്സ്. വൈ ഡിപ്പെൻഡ് ഓൺ എക്സ് അല്ലേ? ഡിമാൻഡ് ആണ് വൈ, ഡിമാൻഡ് ഡിപ്പെൻഡ് ഓൺ പ്രൈസ്, ഡിമാൻഡ് ആണ് വൈ, വൈ ഡിപ്പെൻഡ് ഓൺ എക്സ്. അതെങ്ങനെ വൈ ഡിപ്പെൻഡ് ഓൺ എക്സ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ബി വൈ എക്സ് എന്ന് എഴുതാമല്ലോ. ബി വൈ എക്സ്, ദാറ്റ് മീൻസ് വൈ ഓൺ എക്സ്, വൈ ഓൺ എക്സ് അല്ലേ? വൈ ഓൺ എക്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ, രണ്ടാമത് എഴുതിയിരിക്കുന്ന എക്സ് ആയതുകൊണ്ട് നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് എഴുതാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വൈ മൈനസ് വൈ ബാർ എന്ന് എഴുതി ഈക്വൽ ടു സൈൻ ഇവിടെ ഇടണം. കണ്ടോ? വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അതിനകത്ത് നമുക്ക് വൈ ബാറും എക്സ് ബാറും അല്ലെങ്കിൽ വൈ മീനും എക്സ് മീനും കണ്ടുപിടിക്കാൻ അറിയാം. എന്തോ വൈ മീൻ? നമ്മൾ നേരത്തെ പറഞ്ഞതാ സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ. എന്തായിരിക്കും എക്സ് മീൻ? സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബി വൈ എക്സ്? എന്തായിരിക്കും ബി വൈ എക്സ്? എന്തായിരിക്കും ബി വൈ എക്സ്? ഒന്ന് പറഞ്ഞേ. ബി വൈ എക്സ് എന്തായിരിക്കും? ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബി വൈ എക്സ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു എളുപ്പമാർഗ്ഗം? കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് സ്ക്വയർ, ഹോൾ സ്ക്വയർ അല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗമായല്ലോ. അതാണ് റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗമായല്ലോ. എക്സ് ഓൺ വൈ ആണെങ്കിൽ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ബി എക്സ് വൈ എന്നാണ് അതിനർത്ഥം. എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. എഴുതാനുള്ള എളുപ്പമാർഗ്ഗം നമ്മൾ പറഞ്ഞു. ബി എക്സ് വൈ, എക്സ് ഓൺ വൈ ആണോ വൈ ഓൺ എക്സ് ആണോ എന്നറിയാം. എക്സ് ഓൺ വൈ ആണെങ്കിൽ ബി എക്സ് വൈ എന്ന് എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് എഴുതിയിരിക്കുന്ന വൈ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ വൈ മൈനസ് വൈ ബാർ എന്ന് എഴുതണം. ആദ്യം എക്സ് ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് എഴുതണം. ഈക്വൽ ടു വിട്ടാൽ മതി. ഇനി വൈ ഓൺ എക്സ് ആണെങ്കിൽ ബി വൈ എക്സ് എന്ന് എഴുതുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് എഴുതും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വൈ മൈനസ് വൈ ബാർ എന്ന് എഴുതും. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായി. എക്സ് ബാറും വൈ ബാറും ഒക്കെ അറിയാം. ബി എക്സ് വൈ കണ്ടുപിടിക്കാനുള്ള രണ്ട് എളുപ്പമാർഗ്ഗം പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കാര്യം ക്ലിയർ ആവും. ഓക്കെ ആണോ? നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ സെയിൽസ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ട്. സെയിൽസിൻ്റെയും അഡ്വർടൈസ്മെന്റിൻ്റെയും രണ്ടിൻ്റെയും മീൻ തന്നിട്ടുണ്ട്. സെയിൽസിൻ്റെ മീൻ 40 ആണ്, അഡ്വർടൈസ്മെന്റിന്റെ മീൻ എത്രയാണ്? 6 ആണ്. ഓക്കെ. അതുപോലെ സെയിൽസിൻ്റെയും അഡ്വർടൈസ്മെന്റിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. സെയിൽസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ആണ്, അഡ്വർടൈസ്മെന്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.5 ആണ്. ഇതുപോലെ ഈ സെയിൽസും അഡ്വർടൈസ്മെന്റിന്റെയും ഇതിന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. R is equal to 0.9. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദി സെയിൽസ് ഇഫ് ദി അഡ്വർടൈസ്മെന്റ് ഈസ് 10 crores? അഡ്വർടൈസ്മെന്റ് 10 crore ആകുമ്പോൾ സെയിൽസ് എത്രയാണ്? അഡ്വർടൈസ്മെന്റ് 10 crore ആയാൽ സെയിൽസ് എത്രയായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം എക്സ് വേരിയബിളും വൈ വേരിയബിളും തന്നതിന് ശേഷം, എക്സ് വേരിയബിൾ എന്ന് വെച്ചാൽ സെയിൽസ് ആണ്, വൈ വേരിയബിൾ അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പം സെയിൽസ് കുറേ വേരിയബിൾ ഉണ്ട്, കുറേ വാല്യൂസ് ഉണ്ട്, അതേപോലെ അഡ്വർടൈസ്മെന്റിന് കുറേ വാല്യൂസ് ഉണ്ട്. ഈ രണ്ട് വാല്യൂസിൽ നിന്നും ഇതിന്റെ രണ്ടിന്റെയും മീൻ കണ്ടുപിടിക്കാമല്ലോ. എക്സ് വാല്യൂസിന്റെ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ കണ്ടുപിടിക്കാം, വൈ വാല്യൂസിന്റെ അരിത്തമെറ്റിക് മീൻ വൈ ബാർ കണ്ടുപിടിക്കാം. അത് തന്നിട്ടുണ്ട് 40ഉം 6ഉം ആണ്. അതുപോലെ എക്സ് വാല്യൂസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വൈ വാല്യൂസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് രണ്ടും തന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താ വേണ്ടത്? വാട്ട് ഈസ് ദി സെയിൽസ് ഇഫ് ദി അഡ്വർടൈസ്മെന്റ് ഈസ് 10 crores? അഡ്വർടൈസ്മെന്റ് 10 crore ആണെങ്കിൽ സെയിൽസ് എത്രയായിരിക്കും? അഡ്വർടൈസ്മെന്റിനെ നമ്മൾ വൈ കൊണ്ടും സെയിൽസിനെ എക്സ് കൊണ്ടുമാണ് റെപ്രസെന്റ് ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സെയിൽസ് കണ്ടുപിടിക്കണം. എന്തിനെ ബേസ് ചെയ്ത്? അഡ്വർടൈസ്മെന്റിനെ ബേസ് ചെയ്ത്. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സെയിൽസ് ഈസ് ഡിപ്പെൻഡ് ഓൺ അഡ്വർടൈസ്മെന്റ്, എക്സ് ഈസ് ഡിപ്പെൻഡ് ഓൺ വൈ. ദാറ്റ് മീൻസ് എക്സ് ഓൺ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് കണ്ടുപിടിക്കണം, ഡിപ്പെൻഡ് ഓൺ വൈ, വൈയെ ഡിപ്പെൻഡ് ചെയ്ത് എക്സും കണ്ടുപിടിക്കണം. ശരിയല്ലേ? അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ഓൺ വൈ ആണ്. എക്സ് ഓൺ വൈ അല്ലേ? എക്സ് ഓൺ വൈ കണ്ടുപിടിക്കാൻ ബി എക്സ് ഓൺ വൈ എന്ന് എഴുതും. ബി എക്സ് വൈ എന്താ എളുപ്പമാർഗം? രണ്ടാമത് എഴുതിയിരിക്കുന്ന വൈ ആയതുകൊണ്ട്
വൈ മൈനസ് വൈ ബാർ എന്ന് എഴുതി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് എഴുതി. ഓക്കെ, ഇതാ നോക്കിയേ, എക്സ് മീനും വൈ മീനും തന്നിട്ടുണ്ട്. എക്സ് മീൻ എത്രയാണ് 40, വൈ മീൻ എത്രയാണ് 6. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ബി എക്സ് വൈ കണ്ടുപിടിക്കണം. ബി എക്സ് വൈ എങ്ങനെയാ ബി എക്സ് വൈ കണ്ടുപിടിക്കുന്നത്? ബി എക്സ് വൈ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്താ? ബി എക്സ് വൈ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും തന്നിട്ടുണ്ടല്ലോ, ആറും തന്നിട്ടുണ്ടല്ലോ. ആർ എത്ര? 0.9. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9 ഇൻറ്റു അല്ലേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എത്ര? 10. 10 divided by 1.5. 0.9 into 10 എത്ര? 0.9 into 10 9. 9 by 1.5. That is 90 by 15. എത്ര? 90 by 15. 5 കൊണ്ട് ക്യാൻസൽ ചെയ്തേ. 90-ൽ 5 18 പ്രാവശ്യം. 18 by 3 എത്ര കിട്ടി ആൻസർ? 6. അപ്പോൾ എത്ര കിട്ടി? ബി എക്സ് വൈ എത്ര കിട്ടി? 6. ഇതാ നോക്കിയേ.